ഇറാനിയൻ പതാകയുള്ള കപ്പൽ തടഞ്ഞ് US ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ USS റാഫേൽ പെരാൾട്ട ഞായറാഴ്ച MT സ്ട്രീമിനെയാണ് തടഞ്ഞത്. കപ്പൽ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് തടഞ്ഞുവെന്ന് US സെൻട്രൽ കമാൻഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരു ഇറാനിയൻ തുറമുഖത്തേക്ക് പോകാൻ ശ്രമിച്ചതിനു ശേഷമാണ് അമേരിക്കൻ യുദ്ധക്കപ്പൽ ടാങ്കർ തടഞ്ഞതെന്ന് സെൻകോം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. രണ്ട് കപ്പലുകളുടെയും ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെയുള്ള US ഉപരോധത്തിന്റെ ഭാഗമായാണ് ഈ ഇടപെടൽ നടത്തിയതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിയൻ പതാകയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അസംസ്കൃത എണ്ണ ടാങ്കറാണ് MT സ്ട്രീം എന്ന് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. അൽ ജസീറ റിപ്പോർട്ട് ചെയ്തതുപോലെ സമുദ്ര വിശകലന ദാതാവായ മറൈൻ ട്രാഫിക് ഏകദേശം 13 ദിവസം മുൻപ് തെക്കുകിഴക്കൻ ഏഷ്യയിലെ മലാക്ക കടലിടുക്കിൽ കപ്പൽ അവസാനമായി ട്രാക്ക് ചെയ്യപ്പെട്ടതായി സൂചിപ്പിച്ചു. ഈ പുതിയ സംഭവം വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സമുദ്ര സംഘർഷങ്ങൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഇറാനുമായി ബന്ധമുള്ള മറ്റ് രണ്ട് ടാങ്കറുകളായ മെജസ്റ്റിക് എക്സ്, ടിഫാനി എന്നിവ നേരത്തെ പിടിച്ചെടുത്തതിനെ തുടർന്ന് ബൈഡൻ ഭരണകൂടം ഉപരിതലത്തിലെ കടൽ കൊള്ളയും സായുധ കൊള്ളയും നടത്തിയെന്ന് ആരോപിച്ച് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം മുൻപ് അമേരിക്കയ്ക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു. അമേരിക്കൻ സേന ഈ മേഖലയിൽ കർശനമായ സമുദ്ര നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടെയാണ് MT സ്ട്രീമിന്റെ തടസ്സം സംഭവിക്കുന്നത്. തന്ത്രപ്രധാനമായ തീരദേശ കേന്ദ്രങ്ങളിലേക്കുള്ള നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമത്തിന്റെ ഭാഗമായി ഇറാനിയൻ സമുദ്രാതിർത്തിയിലേക്ക് കപ്പലുകൾ പ്രവേശിക്കുന്നതിനോ പുറത്തേക്ക് പോകുന്നതിനോ ഈ സേനകൾ സജീവമായി തടയുന്നുണ്ടെന്ന് ഇന്നലെ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനകൾ പറയുന്നു. നിലവിലുള്ള നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സൈന്യം സമുദ്ര ഗതാഗതം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ പ്രവർത്തനത്തിന്റെ വ്യാപ്തി എടുത്തു കാണിച്ചുകൊണ്ട് എക്സിലെ ഒരു പോസ്റ്റ് നിർവഹണം ആരംഭിച്ചതിനു ശേഷം 38 കപ്പലുകൾക്ക് തിരികെ പോകാനോ തുറമുഖത്തേക്ക് മടങ്ങാനോ അമേരിക്കൻ സേന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സ്ഥിരീകരിച്ചു. ഈ നാവിക നടപടികൾക്ക് സമാന്തരമായി നയതന്ത്ര സംഘർഷം ഉയർന്ന നിലയിൽ തുടരുന്നു. കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ടെഹ്റാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ നിർദ്ദേശം നിരസിക്കാൻ ചായ്വുള്ളതായി സൂചിപ്പിച്ചതായി CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനിയൻ നേതൃത്വത്തിന്റെ നിർദ്ദേശം ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിന് സഹായിക്കുന്ന ഒരു ചട്ടക്കൂട് നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുണ്ട്. അതേസമയം ആണവ പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മാറ്റിവെക്കുകയും ചെയ്തു. എന്നിരുന്നാലും വാഗ്ദാനം ചെയ്യുന്ന നിബന്ധനകളെക്കുറിച്ച് US ഭരണകൂടം ജാഗ്രത പാലിക്കുന്നുണ്ടെന്ന് ഈ വിഷയവുമായി പരിചയമുള്ള ഒരു സ്രോതസ് അഭിപ്രായപ്പെട്ടു. പൊതുജനങ്ങളുടെ നിലപാടുണ്ടായിരുന്നിട്ടും മധ്യസ്ഥ ശ്രമങ്ങളുടെ അടുത്ത ബന്ധമുള്ള വ്യക്തികൾ നിലവിലെ വാക്കുകൾ സൂചിപ്പിക്കുന്നതിനേക്കാൾ ഒരു പരിഹാരത്തിലേക്ക് ഇരു രാജ്യങ്ങളും അടുത്തെത്തിയിരിക്കാമെന്ന് വിശ്വസിക്കുന്നതായും CNN റിപ്പോർട്ട് ചെയ്തു. നയതന്ത്ര പ്രക്രിയയെക്കുറിച്ച് പരിചയമുള്ള വൃത്തങ്ങൾ USഉം ഇറാനും തോന്നുന്നത്രയും അകലെയല്ല എന്ന് അഭിപ്രായപ്പെട്ടു. ഇത് ബാക്ക് ചാനൽ ചർച്ചകൾക്ക് ഇപ്പോഴും ഒരു വഴിത്തിരിവിനുള്ള സാധ്യതയുണ്ടെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.